ഹലോ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മലപ്പുറത്താണ് കേട്ടോ. മലപ്പുറം നമ്മുടെ KR ബേക്കറീൻ്റെ മുന്നിലാണ് ഞാനുള്ളത്. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 7 മാസത്തോളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു 500 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കേക്ക് വാങ്ങിക്കാമെന്ന് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളിന്ന് 500 സബ്സ്ക്രൈബ് മാറിയിട്ട് ഇപ്പോൾ 700 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും വളരെ വളരെ നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് വാങ്ങിക്കാം. അപ്പോൾ നമ്മളിതാ ഈ ഒരു KR ബേക്കറീൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടുന്ന് കേക്ക് നോക്കണം. നമ്മൾ ചെറിയൊരു കേക്കാണ് കേട്ടോ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കേക്കും സ്വീറ്റ്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്കെല്ലാം വാങ്ങാൻ തോന്നും. അപ്പം നമ്മളിന്ന് വാങ്ങുന്ന കേക്ക് പ്ലം കേക്കാണ്. അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ കാണുന്നതൊക്കെ പ്ലം കേക്കിൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള കേക്കുകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ബ്രൗൺ കളറ് കേക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ തന്നെയാണ് ക്രിസ്മസിനും അതുപോലെ തന്നെ ന്യൂ ഇയറിനൊക്കെ ഇവിടെ വന്നിട്ടാണ് കേക്ക് വാങ്ങിക്കാറ് കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ക്രിസ്മസിന് കേക്ക് വാങ്ങിയത് നമ്മുടെ കോഴിക്കോട് ലുലു മോളിൽ നിന്നായിരുന്നു കേട്ടോ. അത് നല്ല അടിപൊളി കേക്ക് തന്നെയായിരുന്നു. ഇവിടെ നമ്മുടെ കേക്ക് മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഷവായ, അതുപോലെ തന്നെ അൽഫാം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ എന്തോ ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇവിടുന്ന് ബിരിയാണി കഴിച്ചിട്ടില്ല. ഇനി വേറൊരു ടൈമിൽ വരുമ്പോൾ കഴിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉള്ള പുറത്തത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ എനിക്ക് പരിചയമുള്ളതാണ്. ഏകദേശം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്താ ഒരുപാട് കേക്കിൻ്റെ വെറൈറ്റീസുകൾ പുറത്ത് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. വയറിലാക്കി തരാം ഞാൻ. ഒരു ഹായ് പറഞ്ഞോളൂ. ഓക്കെ. അടുത്തു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങി ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് വിടാം. അങ്ങനെ എന്താ നമ്മുടെ കേക്ക് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെന്തോ ഒരു ഗ്രേപ്പിൻ്റെ എന്തോ ടേസ്റ്റാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ, എന്താണ് അവസ്ഥ എന്നറിയില്ല. അപ്പം ഞാൻ തന്നെയാണ് കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കേക്ക് കഴിക്കാനുള്ളൊരു എന്താ പറയുക കൊതി കൊണ്ട് ഞാൻ തന്നെ ആദ്യം തന്നെ എന്താ പറയുക കേക്കൊക്കെ പുറത്തെടുത്ത് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഈ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തരണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തൽക്കാലം ഞാൻ തന്നെ കട്ട് ചെയ്ത് ഞാൻ തന്നെ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന്. ഇനിയും എൻ്റെ ചാനലുകളൊക്കെ വീഡിയോസൊക്കെ കാണണം. ഫ്രണ്ട്സിനൊക്കെ കഴിയുന്നതും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഫാമിലിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും വീഡിയോസിലൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ അവരൊക്കെ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ ചാനൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് പോസിറ്റീവ് കമൻസും നെഗറ്റീവ് കമൻസൊക്കെ വരാറുണ്ട്. കൂടുതലും പോസിറ്റീവ് കമൻസാണ് വരാറ്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുമാതിരി കട്ടിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാൻ കേക്ക് എല്ലാവർക്കും കൊടുക്കട്ടെ. വീട്ടിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ വീണ്ടും കാണണം, സപ്പോർട്ട് ചെയ്യണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനി നല്ല വീഡിയോസുകളായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീണ്ടും ഞാൻ പറയുകയാണ്, സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് കാണാം. ടാറ്റാ, ബൈ.